പശ്ചിമേഷ്യയിൽ ഇതാ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങിയിരിക്കുന്നു. ലോക പോലീസാണെന്ന് അഹങ്കരിക്കുന്ന അമേരിക്ക കൊലവിളി നടത്തുമ്പോൾ ചങ്കൂറ്റത്തോടെ യുദ്ധത്തിന് തയ്യാറാകുകയാണ് ഇറാൻ. ചെങ്കടലിൽ ഹൂതികളും പേർഷ്യൻ ഗൾഫിൽ ഇറാന്റെ നാവികസേനയും സജ്ജമാണ്. ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധം നടക്കാം. പേടിപ്പിച്ച് നിർത്തി മാത്രം ശീലിച്ച അമേരിക്ക ആ ശീലവുമായി ഇറാന്റെ അടുത്തേക്ക് വരരുത്. അത് വേറെ ആളാണ്. നിന്ന നിൽപ്പിൽ അമേരിക്കയെ കത്തിക്കാൻ തക്ക ആയുധബലവും ആൾബലവും ഇന്ന് ഇറാന്റെ കൈവശമുണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർത്താൽ നന്നാകും. എന്താണ് പശ്ചിമേഷ്യയിലെ പുതിയ വാർത്ത? നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ബന്ദികളെ ഹമാസ് വിട്ടു നൽകിയില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് ഗാസയിൽ ഇസ്രായേൽ നരനായാട്ട് തുടരുമ്പോൾ സമാന്തരമായി ഹൂതികൾക്കെതിരെ ആയുധമെടുക്കുകയായിരുന്നു അമേരിക്ക. ഇപ്പോഴിതാ വീണ്ടും പശ്ചിമേഷ്യയിൽ നിന്ന് ശുഭമായ വാർത്തകളൊന്നുമല്ല പുറത്തു വരുന്നത്. കുറച്ചു മാസങ്ങൾ മുമ്പ് വരെ ഏത് സമയത്തും ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുമെന്ന സാഹചര്യത്തിൽ നിന്നും മാറി അമേരിക്കയും ഇറാനും തമ്മിലുള്ള മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പറയാനുള്ളത്. അതിൽ ഹമാസും ഹിസ്ബുള്ളയും അമേരിക്കയും ഇസ്രായേലും ഇറാനും ഹൂതികളും ഒക്കെ ഭാഗമാണ്. ഇസ്രായേലിന്റെ എയർപോർട്ടിന് നേരെ ഹൂതികൾ മിസൈൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതായത് അമേരിക്കയോടുള്ള വിദ്വേഷവും ഇസ്രായേലിനോടുള്ള ദേഷ്യവും കലർന്ന് ഇസ്രായേലിന് നേരെ ഒരു ആക്രമണത്തിന് മുതിരുകയാണ് യമനിലെ ഹൂതികൾ. ഇത് കുറച്ചുകൂടി സ്പഷ്ടമായി മനസ്സിലാക്കണമെങ്കിൽ ഭൂപടത്തിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഈ ഭൂപടം നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്ന കാര്യം. കാരണം ലോകത്ത് പല രാജ്യങ്ങളുടെയും അവസ്ഥ ഇപ്പോൾ യുദ്ധവും സാഹചര്യങ്ങളും ഒക്കെ തന്നെയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് തന്നെ തിരികെ വരാം. ഇതാണ് യമൻ. അറബ് രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിലെ ഒരു രാഷ്ട്രമാണ് ഈ യമനും. പക്ഷേ നമുക്കറിയാവുന്ന പ്രസക്തമായ രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിലേക്ക് എത്താൻ കഴിയാത്ത ഒരു രാഷ്ട്രം കൂടിയാണ് യമൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളാണ് യമനെ പിന്നോട്ടടുപ്പിച്ചിട്ടുള്ളത്. ഇന്നും പട്ടിണിയും പരിവട്ടവുമുള്ള രാഷ്ട്രം കൂടിയാണ് യമൻ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കാണുന്നതാണ് സംഘർഷ ഭൂമിയായിട്ടുള്ള ചെങ്കടൽ. ഒരു ആഗോള വ്യാപാര പാതയാണ് ചെങ്കടൽ. ഒരുപാട് കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു പാത. ഇവിടെയാണ് യമനിലെ സായുധ സംഘടനയായിട്ടുള്ള ഹൂതികൾ പ്രവർത്തിക്കുന്നത്. ഈ യമനിൽ നിന്ന് നേരെ ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയക്കാൻ ഹൂതികൾ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും വലിയ യുദ്ധത്തിലേക്ക് എത്തപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെങ്കടലിലെ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കരിയർ കാണാവുന്നതാണ്. അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെച്ച് ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാൻ വേണ്ടി അമേരിക്ക സജ്ജമാണ് എന്ന് അറിയിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ നിന്നും വരുന്ന ഏതൊരു ആക്രമണത്തെയും ചെറുക്കാൻ ഇറാനൊപ്പം ഹൂതികൾ തയ്യാറാണെന്നും നമ്മൾ അറിഞ്ഞ കാര്യമാണ്. ഇനിയാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. നമുക്കറിയാം പശ്ചിമേഷ്യയിൽ നിന്നും എത്രയോ അകലെയാണ് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം. ഇത്തരം ഒരു ആക്രമണത്തെ നിയന്ത്രിക്കാൻ അമേരിക്കയിൽ നിന്നുകൊണ്ട് കഴിയില്ല. അതിനുവേണ്ടി അമേരിക്ക ഒരു ചെറിയ ദ്വീപിൽ സൈനിക സന്നാഹങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യവുമായിട്ട് ഒരു ബന്ധം ഈ സ്ഥലത്തിനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്തിന് ഏറ്റവും താഴെയായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മാപ്പിലേക്ക് തിരികെ വരികയാണെങ്കിൽ നോക്കൂ, ഇതാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും വളരെ താഴെയായിട്ട് ശ്രീലങ്കയൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഈ ചെറിയ മേഖല. ഈ ചെറിയ മേഖല ഇതൊരു ചെറിയ ദ്വീപാണ്. ഈ ദ്വീപിന്റെ പേര് ടിയാഗോ ഗാർസിയ എന്നാണ്. ഈ ദ്വീപിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങളാണ് ഇറാനിലേക്കും അതുപോലെ തന്നെ ഹൂതികൾക്ക് നേരെയും പാഞ്ഞടുക്കുക എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ദ്വീപ് ഇന്ന് യുഎസിന്റെ ഒരു പ്രധാന മിലിറ്ററി ബേസ് ഉള്ള സ്ഥലമാണ്. ബോംബുകൾ, എയർക്രാഫ്റ്റ്, പിന്നെ പലതരം മിസൈലുകളൊക്കെ അമേരിക്ക ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇറാനിലേക്ക് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലേക്ക് ഒരു ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ ഇവിടെ നിന്ന് മിസൈലുകളും ആയുധങ്ങളും എടുത്തിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനമെന്നാണ് നമുക്ക് ഈ വാർത്തകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൂഗിളിൽ തിരയുകയാണെങ്കിൽ ഒരുപാട് ആർട്ടിക്കിൾസ് നമുക്ക് കാണാൻ കഴിയും. അതായത് ടിയാഗോ ഗാർസിയയെ എങ്ങനെയാണ് അമേരിക്ക തങ്ങളുടെ മിലിറ്ററി ബേസായി പ്രയോജനപ്പെടുത്തുന്നത് എന്നാണ് അതിൽ പറയുന്നത്. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ രഹസ്യ സ്വഭാവത്തോടെ അമേരിക്ക സൂക്ഷിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു ടിയാഗോ ഗാർസിയ ദ്വീപിന്റെ കാര്യം. എന്നാൽ ഈ വിഷയം വളരെ കാര്യമായിട്ട് തന്നെ അമേരിക്കൻ മീഡിയ തന്നെ, അതായത് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത് എന്നത് ഞാൻ ഇവിടെ എടുത്തു പറയുന്നു.
അതിനുള്ള കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്കയ്ക്ക് ഇത്തരം ഒരു ദ്വീപ് സ്വന്തമായിട്ടുണ്ട്. അവിടെ മിലിറ്ററി ബേസുകളുണ്ട്. ഇങ്ങനെ ഒരു രഹസ്യ സ്വഭാവം വർഷങ്ങളായി അമേരിക്ക പുലർത്തുകയാണ്. ഇതെല്ലാം ലോകത്തോട് വിളിച്ചു പറയണമെങ്കിൽ അമേരിക്കയ്ക്ക് അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യം നമുക്ക് പച്ചവെള്ളം പോലെ വ്യക്തമാണ്. അമേരിക്ക എന്തിനും സജ്ജമാണ്. ഇത്തരം ഒരു ദ്വീപിൽ എല്ലാ മിലിറ്ററി സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ഇറാനും ഹൂതികളും ഭയപ്പെടണമെന്നാണ് ഈ വാർത്തയിലൂടെ, അല്ലെങ്കിൽ ഈ വാർത്ത പുറത്തുവിട്ടതിലൂടെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. ഇതൊക്കെ അമേരിക്കൻ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കഥകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കാൻ നോക്കുന്നത് എന്നതാണ് ഇവിടെ പ്രസക്തമായ മറ്റൊരു ചോദ്യം. ഇത് കാണിച്ച് ലോകത്തെ, പ്രത്യേകിച്ച് ഇറാനെ ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. ഞങ്ങളോട് കളിക്കരുത്, ഞങ്ങൾക്ക് ഇത്രയും ശക്തിയുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് അമേരിക്ക ചെയ്യുന്നത്. പക്ഷേ ഇറാൻ ഇതിനെ ഒന്നും പേടിക്കുന്നില്ല എന്ന കാര്യം അമേരിക്ക മനസ്സിലാക്കുന്നേയില്ല. അമേരിക്കയെ വെച്ച് നോക്കുമ്പോൾ ചെറിയ രാജ്യമാണ് ഇറാൻ എല്ലാ തരത്തിലും. പക്ഷേ അമേരിക്കയോട് മുട്ടാൻ തക്ക സന്നാഹങ്ങൾ ഇറാനിൽ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇറാന്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഞങ്ങൾ ഈ കടലിനെ വേണമെങ്കിൽ നരകമാക്കി തീർക്കുമെന്നാണ് ഇറാൻ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. ഇസ്രയേലിന് നൽകുന്ന മുന്നറിയിപ്പായിട്ടാണ് ഇറാൻ ഇത് പറയുന്നത്. ഈ മുന്നറിയിപ്പ് ഇസ്രായേലിന് മാത്രമുള്ളതായിരിക്കില്ലല്ലോ. ഇസ്രയേലിനോടൊപ്പം എന്തിനും കൂടെ നിൽക്കുന്ന അമേരിക്കയ്ക്ക് നേരെ കൂടിയുള്ള വലിയ ഭീഷണിയായിട്ടാണ് ഇറാൻ ഇക്കാര്യം പറയുന്നത്. തങ്ങളുടെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോയും ഇറാൻ ഇതിന്റെ ഭാഗമായി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഒട്ടും ഭയമില്ലെന്നും അടിച്ചാൽ തിരിച്ചടി നൽകുമെന്നും പറയുകയാണ് ഈ വീഡിയോയിലൂടെ ഇറാൻ ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി ഇറാൻ പുറത്തുവിട്ട ഒരു ശ്രദ്ധേയമായ വീഡിയോ ആണ് ഇറാന്റെ മിസൈൽ സിറ്റി. അതായത് ഇറാൻ എത്രത്തോളം മിസൈലുകളാൽ സമ്പന്നമാണെന്ന് ലോകത്തോട് കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ആയുധങ്ങളാണ് ഇറാൻ കരുതി വെച്ചിട്ടുള്ളത് എന്ന കാര്യം. അതായത് ഇറാനെ പോലെ ഒരു രാഷ്ട്രത്തിന് ഭൂമിക്കടിയിൽ ഇത്രത്തോളം കരുതി വെക്കാൻ തക്ക ശേഷിയുണ്ട് എന്നതാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് കണ്ട് അത്ഭുതപ്പെട്ട രാഷ്ട്രങ്ങളും ഇവിടെ തന്നെയുണ്ട്. അമേരിക്ക പോലും ഇത് പ്രതീക്ഷിച്ചു കാണില്ല എന്ന കാര്യം ഉറപ്പാണ്. വെറുതെ പോയി ഒന്ന് ചൊറിഞ്ഞേക്കാമെന്നാണ് അമേരിക്ക കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ ചൊറിയാൻ ധൈര്യമുണ്ടോ എന്നാണ് ഇറാൻ ഇതിലൂടെ ചോദിക്കുന്നത്. പക്ഷേ ഇറാൻ തങ്ങളുടെ മിസൈൽ സിറ്റി ലോകത്തിന് കാട്ടിക്കൊടുത്തതോടെ പലതരത്തിലുള്ള വിമർശനങ്ങളും നേരിടേണ്ടി വരികയാണ്. അതിലെല്ലാവരും പ്രധാനമായി പറയുന്നത് ഇത്തരത്തിൽ മിസൈലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് ഏറെ അപകടകരമാണ് എന്ന കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു ശത്രുരാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ഈ മിസൈലുകൾ മുഴുവനായി പൊട്ടിത്തെറിക്കുകയും എല്ലാം നിർവീര്യമാകുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തും. അതായത് ഇറാന്റെ വലിയ ശക്തി കേന്ദ്രമാണ് ഇതെന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. ഇതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇറാന് തങ്ങളുടെ ആത്മവിശ്വാസം കൂടിയാണ് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത് എന്നതാണ്. ലെവലേശം ഭയമില്ലാതെ ഇറാൻ ഇത്തരത്തിൽ തങ്ങളുടെ മിസൈൽ സിറ്റി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറാൻ എന്തിനും തയ്യാറാണ് എന്ന് തന്നെയാണ് ലോകത്തോട് പറയുന്നത്. മാത്രവുമല്ല, പേർഷ്യൻ ഗൾഫിൽ ഇറാന്റെ നേവിയും അവരുടെ ശക്തിയും പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്നു എന്നതാണ്. അതിൽ അമേരിക്കയും ഇസ്രയേലും പങ്കാളികളാണ്. അതിനിപ്പുറം നിൽക്കുന്നത്, അതായത് ഇരു രാജ്യങ്ങളെയും നേരിടാൻ ചങ്കൂറ്റത്തോടെ മുന്നിൽ വരുന്നത് ഇറാനാണ് എന്ന കാര്യവും നമുക്കിവിടെ വ്യക്തമാണ്. പേർഷ്യൻ ഗൾഫിൽ വീശുന്ന കാറ്റിൽ ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇറാനിയൻ പതാക ആടിയുലയുന്ന കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. വലിയൊരു യുദ്ധത്തിനുള്ള സാഹചര്യമുണ്ട് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനായിട്ട് അവർ 5 കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലെ ഒന്നാമത്തെ കാര്യം ടിയാഗോ ഗാസ എന്ന ദ്വീപിൽ അമേരിക്ക ഒരുക്കി വെച്ചിരിക്കുന്ന മിലിറ്ററിയാണ്. അതായത് ഏത് നേരത്തും പശ്ചിമേഷ്യയിലേക്ക് ഒരു യുദ്ധം നടത്താൻ അമേരിക്ക സജ്ജമാണ് എന്നതാണ് ഇതിലൂടെ പറയുന്നത്. രണ്ടാമത്തത് ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങളും ഇസ്രയേൽ അമേരിക്ക ചങ്ങാത്തവുമാണ്. അമേരിക്കയ്ക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ഇറാനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ ഇവിടെ ഇസ്രയേൽ നിർബന്ധിക്കുമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തത് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദമാണ്. നമുക്കറിയാവുന്നതാണ് ഹിസ്ബുള്ള, ഹമാസ്, ഊതികൾ എന്നീ സായുധ സംഘടനകളൊക്കെ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രയേലിനും തലവേദന സൃഷ്ടിക്കുകയാണ്. ഇവരെയെല്ലാം പിന്തുണയ്ക്കുന്നതാകട്ടെ ഇറാനും. ഇതുതന്നെയാണ് മേഖലയിലെ പ്രധാന സമ്മർദ്ദം. നമുക്കറിയാം ടിയാഗോ ഗാസയിൽ അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഉണ്ടെന്ന് അമേരിക്ക തന്നെ ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞു. മാത്രവുമല്ല, മിസൈൽ സിറ്റി അടക്കമുള്ള ശക്തി പ്രകടനങ്ങളിലൂടെ ലോകത്തോട് ഞങ്ങൾ എന്തിനും റെഡിയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അഞ്ചാമത്തത് ആശയവിനിമയം കുറഞ്ഞു വരികയാണ് എന്നതാണ്. അതായത് ഇരു രാജ്യങ്ങളും വലിയ ശത്രുതയിലേക്ക് എത്തുകയും ആശയവിനിമയം ഇവർക്കിടയിലുള്ള മീറ്റിങ്ങുകളോ ചർച്ചകളോ ഒന്നും നടക്കാത്തതും കാരണമായിട്ട് അമേരിക്കൻ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായിരിക്കും ഇനി പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നത്? ഈ വിഷയത്തിൽ റഷ്യ ഇടപെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.